ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുന്ന ദിവസം ആവട്ടെ. ഗോൾ സെറ്റിങ്സ് ചെയ്തു വെച്ചിട്ടുള്ള ഗോളിൽ ഏതെങ്കിലും ഒരു ഗോളിൽ നിന്ന് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ കാർഡ് റീഡിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ യൂണിവേഴ്സ് എന്തൊക്കെയാണ് പറയാനിരിക്കുന്നത്, നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഡിസ്ക്ലൈമർ എന്നും പറയുന്നത് പോലെ പറയട്ടെ, നിങ്ങളുടെ ഫ്രീ വീലിൽ മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോ അല്ല എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങളുമായിട്ട് വരുന്ന കണക്ഷൻ വരുന്ന കാര്യങ്ങൾ, റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഒരു ഗൈഡൻസ് മാത്രമായിട്ട് എടുക്കുക, അല്ലാത്തവ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. റീഡിങ് കാണുന്നതിന് മുമ്പ് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങളുടെ റീഡിംഗ് ആവണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇത്രയും സ്പ്രെഡുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഓരോ കാർഡ് എടുക്കുമ്പോഴും പ്രാർത്ഥിക്കുകയാണ്, കാരണം കൂടുതലും വാൺസ് എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കി നോക്കൂ എത്ര വാൺസ് ഉണ്ടെന്ന്. 8 ഓഫ് വാൺസ്, 7 ഓഫ് വാൺസ്, 9 ഓഫ് വാൺസ്, 2 ഓഫ് വാൺസ്, ഏസ് ഓഫ് വാൺസ്. അങ്ങനെ കൂടുതലും വാൺസും കപ്പ് എനർജിയാണ് കൂടുതലായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. 6 ഓഫ് വാൺസ് അതും ഉണ്ട് കേട്ടോ. 6 ഓഫ് വാൺസ് 1 2 3 4 5 6 കാർഡുകൾ വാൺസ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോ ഒരു പ്രണയത്തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയാ, അകന്നു പോയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് വരുന്നത്. അകന്നു പോയിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് അവരെ പോയിരിക്കുകയാണ്. ചിലപ്പോ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിരിക്കും. കാലങ്ങളായി നോ കോണ്ടാക്ട് ആയിരിക്കും. ചില അത്യാവശ്യം മാത്രമേ റീസെന്റ് പോയ ആളുകളുള്ളൂ. ബാക്കിയൊക്കെ കാലപ്പഴക്കം ചെന്നതായിട്ടാണ് എനിക്കിവിടെ വരുന്ന മെസ്സേജ്. ഒരു ഗൂഢാലോചനയുടെ പുറത്താണ് അവർ പോയിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല അവര് പോയിരിക്കുന്നത്. അതായത് ഈ ഒരു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തരത്തിലും അവരൊരു ക്ലൂ പോലും തന്നില്ല നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നു. കാരണം അത്രയ്ക്ക് നിങ്ങളുമായിട്ട് ബോണ്ടായിരുന്നു അവർ. എല്ലാ കാര്യത്തിലും അവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവര് നിങ്ങളെ ഗൈഡ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തോന്നി, ഇതാണ് റൈറ്റ് പേഴ്സൺ, ഇദ്ദേഹത്തെയാണ് ഞാൻ ഇതുവരെ തേടിയിരുന്നത്, ഞാൻ അന്വേഷിച്ച ആള് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡ്രീമിൽ കണ്ട ആള് ഇതാണ് എന്ന്. ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന പോലെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അവർ നിങ്ങളിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾ അത്രയും സന്തോഷിച്ചിരുന്നു. നിങ്ങളും അതേപോലെ ഗിവർ ആയിരുന്നു. അതായത് അവർക്ക് കൊടുക്കാൻ എന്തും ഗിവ്, അതായത് ടേക്കർ ആൻഡ് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ. ചിലവർ ടേക്കർ മാത്രമായിരിക്കും, അതായത് എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് തന്നോട്ടെ, കൈക്കോട്ടിന്റെ സ്വഭാവം എന്ന് നമ്മൾ നാട്ടിൽ പറയും. ഇങ്ങോട്ട് എന്ന് പറയും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളെല്ലാം അവർക്ക് സ്നേഹമാണെങ്കിലും പൈസ ആണെങ്കിലും കരുതലാണെങ്കിലും എല്ലാം നിങ്ങൾ അവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു, കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാക്കുകളാണെങ്കിൽ പോലും അവർക്ക് ഗിവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു നിങ്ങളിപ്പോ ഈ കാർഡ് കാണുന്നവർ കൂടുതൽ പേരും. എന്തെന്നെ പറഞ്ഞാലും എങ്ങനെയെങ്കിലും വന്നാ മതി, എന്റെ അടുത്തേക്ക് വന്നാ മതി എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളിപ്പോ ഇരിക്കുന്നത്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ വന്നാ മതി എന്ന് പറയുന്നത്. ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ പുറത്താണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. ഒരു തരത്തിലും നിങ്ങൾക്ക് ഒരു സൂചന പോലും തരാതെയാണ് പോയിരിക്കുന്നത്. ഈ വാക്കുകളൊക്കെ എന്താ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്ക് വരുന്ന മെസ്സേജുകൾ. അത്രയും ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഒരു സുനാമി കോമ്പിനേഷൻ ആണ് വന്നത്. സുനാമി കാർഡ് വന്നിട്ടുണ്ട്. അത് പറഞ്ഞൊരു 2 സുനാമി കാർഡുകൾ വന്നിട്ടുണ്ട്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ
ആദ്യത്തെ 8 of Wands എന്ന് പറയുന്ന ഒരു തകർച്ച, നിങ്ങളുടെ ഈ ബന്ധം തകരാൻ കപ്പല് കണ്ടോ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കപ്പല് കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് അവിടെ നിന്ന് ചാടി ഇറങ്ങണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് കത്തിപ്പോകും. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോ മൂവ് ഓൺ ആവാൻ അവര് നിങ്ങളോട് കോണ്ടാക്ട് ഉള്ളവരാണ്. നോ കോണ്ടാക്ടുകാരുടെ പിന്നെ ഒന്നും പറയാനില്ല. കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവർക്ക് പഴയ ആ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്, കപ്പൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്, മനസ്സിലായോ? അപ്പൊ അവരതിന് ചാടി ഇറങ്ങി. ഇനി നിങ്ങൾ അതിലിട്ട് എരിഞ്ഞു പോവാതിരിക്കാൻ നിങ്ങൾ വേണം സൂക്ഷിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോകാനും പറ്റില്ല. കാരണം നിങ്ങൾക്ക് അത്രയും അവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെയും പിന്നെയും അവിടുന്ന് കിട്ടണതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നല്ല രീതിയിൽ അടി നടക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടിട്ട് വരണം, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് വരണം എന്നുള്ള രീതിയിൽ. കാരണം ആ വ്യക്തിക്ക്, അവരുടെ കൂടെ ഉള്ള വ്യക്തിക്ക് അറിയാം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് ഇന്ന പോലെ അവരെ വഞ്ചിച്ചിട്ട് വരണം എന്ന് അവര് വേണമെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. മനസ്സിലായോ? അവരുടെ കയ്യിലെ കളിപ്പാവയാണ് ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ. അവര് തുള്ളിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ അവര് അങ്ങേര് വെറുപ്പിച്ച്, അങ്ങേര് മീൻസ് ആരായാലും, ആണായാലും പെണ്ണായാലും, ആ വ്യക്തി നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളെ വെറുപ്പിച്ച് നിങ്ങളായിട്ട് ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൾക്കൊരു സമാധാനമായല്ലോ. ആളല്ല നിങ്ങൾ കാരണമാണ് എന്ന് വരുത്തി തീർത്ത് പോവാൻ വേണ്ടിയിട്ട് ആള് പല നാടകങ്ങളും കളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ അപ്പൊ ഇങ്ങനെ പറ്റിയിരിക്കുന്നത്, ഇതുവരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ കാർഡ് ആരെയും എനിക്ക് പരിചയമില്ല. എന്റെ ഫ്രണ്ട്സോ കുടുംബക്കാരോ ആണെങ്കിൽ എനിക്ക് അവരെ പരിചയമുണ്ട്. അല്ലാണ്ട് ചാനൽ വഴി വരുന്ന ആൾക്കാർ ഒരാളെ എനിക്ക് പരിചയമുള്ള ആൾക്കാരല്ല. അപ്പൊ ഞാൻ കാർഡിൽ കാണുന്നതേ ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ മാത്രം പേഴ്സണൽ റീഡിങ് എടുത്താൽ മതി. അത് ആദ്യം പറയാം. അല്ലാതെ ആരോടും ഇങ്ങനെ പറയരുത്, ഞങ്ങൾ അത്രയും സ്നേഹിച്ച വ്യക്തിയാണ്, എന്നെ വഞ്ചിക്കില്ല, എന്നെ ചതിക്കില്ല എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ കാർഡ് ഒരിക്കലും കള്ളം പറയില്ല. അപ്പൊ അത് വിശ്വസിക്കാൻ തയ്യാറായവർ മാത്രം പേഴ്സണൽ റീഡിങ് എടുക്കാൻ വന്നാൽ മതി. അല്ലാണ്ട് എന്നെ മെക്കിട്ട് കയറി നിങ്ങൾ കള്ളമാണ് പറയണത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞുകൂടാ, ഇതൊന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റീഡിങ് എടുക്കേണ്ട. നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ട് പണിയും വാങ്ങിക്കെട്ടി ഇനിയും നഷ്ടം വന്നത് സുനാമി കാർഡെന്ന് വരുന്നത്, ആടി കളിഞ്ഞ് കപ്പലും മുക്കിക്കളഞ്ഞ് എല്ലാം നശിപ്പിച്ച് അടിയും വഴക്കും കുത്തും നാട്ടുകാരും അറിഞ്ഞ് വീട്ടുകാരും അറിഞ്ഞ് പ്രശ്നമായി മൊത്തത്തില് ടോട്ടൽ സീൻ കോൺട്രാ ആക്കി കഴിഞ്ഞ് പോകുന്നതാണോ നല്ലത്, അതോ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പൊ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതാണോ നല്ലത്? നിങ്ങളോട് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ അവരെ വിട്ട് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് അത്രയും സ്നേഹവും ഇഷ്ടമൊക്കെ ആണെങ്കിൽ നിങ്ങൾ പൊക്കോളൂ, അവരെ സ്നേഹിച്ചോളൂ, ഒന്നും ഞാൻ വേണ്ടാന്നൊന്നും പറയില്ല. പക്ഷെ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഫെബ്രുവരി മാസത്തില്, അങ്ങനെ പറയട്ടെ, ഫെബ്രുവരി മാസത്തില് വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇതിപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ആണോ എന്നൊന്നും കരുതരുത്. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മാത്രം, ഞാൻ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങളുടെ കാർഡാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ? അല്ലാത്ത പക്ഷം നിങ്ങളുടെ അല്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പൊക്കോളൂ. അതിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല. നിങ്ങളോട് ഇപ്പൊ പറയുന്നത്, ഈ കാർഡില് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾക്ക് ഡൗട്ടുകളുണ്ട്. ഇത് ശരിയാണോ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങളെ പറ്റിക്കുകയാണോ അവരെന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരുന്നുണ്ട്, ഇല്ലേ? ഉണ്ടാവാം. ഡെഫിനറ്റ്ലി ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങളെ പറ്റിക്കുകയാണെന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. ദയവേത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നിർത്തിക്കോളൂ. നിങ്ങൾ ഈ റീഡിങ് ഇവിടെ ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം ആ എനർജി നിങ്ങൾ വലിച്ചെടുക്കരുത്. 2 of Wands വന്നിട്ടുണ്ട്, അതേപോലെ Ace of Wands വന്നിട്ടുണ്ട്. നിങ്ങളൊരു യാത്ര പോവണം എന്ന് പറയണം. യാത്ര പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്യണം. ഇപ്പൊ ബന്ധത്തിൽ നിന്നാണെങ്കിലും അതെ, അല്ല നിങ്ങളിപ്പോ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് മാറിപ്പോകണം.
കാരണം ഒരു വീഴ്ച നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു വീഴ്ച, ഒരു ആഘാതത്തിലുള്ള ഒരു വീഴ്ച നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന അവിടെ നിന്ന് ഒന്നൊന്ന് മാറണം എന്ന് പറയാൻ കാരണം. അതെങ്ങനെ മാറാൻ പറ്റും? ഞങ്ങളുടെ ജോലിനെ ബാധിക്കില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനെ ബാധിക്കില്ലേ, ഒക്കെ ശരിയായിരിക്കാം. ഒരു 2 ദിവസം 3 ദിവസമെങ്കിലും ലീവ് എടുത്തിട്ടെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണം. നിങ്ങൾക്ക് ജോലിക്ക് പോയി വരാൻ പറ്റുന്ന ഏതെങ്കിലും റിലേറ്റീവിന്റെ വീടുണ്ടെങ്കിൽ പോലും അവിടെ ആണെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു എനർജി അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു വീഴ്ച ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അതിന്റെ എഫക്റ്റ് ഏൽക്കാതിരിക്കാനാണ് ഒന്നൊന്ന് മാറി നിൽക്കണം എന്ന് എനിക്ക് ഇവിടെ പറയാൻ തോന്നുന്നത്. സാധിക്കുന്നവർ ചെയ്താൽ മതി, അല്ലാത്തവർ കുഴപ്പമില്ല. ഒന്നും നിർബന്ധിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ആരും ഒന്നും പറയില്ല, നിർബന്ധിച്ച ഒരു കാര്യം ചെയ്യിക്കില്ല. ഇതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഹാറ്റ്സോസിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ മാത്രമേ ഞാൻ നിങ്ങളോട് പാസ് ചെയ്യുന്നുള്ളൂ. താല്പര്യമുള്ളവർ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ നല്ല സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് മറികടക്കും. നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ മനോബലം കൊണ്ട്, നിങ്ങളുടെ വിശ്വാസം, ദൈവവിശ്വാസം കൊണ്ട്, നിങ്ങളെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇതെല്ലാം മറികടക്കും എന്നാണ് പറയുന്നത്. ഇനി എന്ത് മല വന്ന് ഇടിഞ്ഞു വീണാലും, ഏത് കപ്പല് കത്തിപ്പിടിച്ച് കടലിൽ മുങ്ങിപ്പോയാലും നിങ്ങൾ അതൊക്കെ നേരിടും. അതിനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ട്, യൂണിവേഴ്സ് തന്നിട്ടുണ്ട് എന്നാണ് ഫൈനലി വരുന്ന ബോട്ടം ഓഫ് ദ ഡെക്കിൽ വരുന്ന മെസ്സേജ്. അപ്പൊ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. എന്താണോ വരുന്നത് അത് നേരിടാൻ തയ്യാറാകുക. ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. പണി ഏത് വഴിക്കാ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. 10 ദിക്കിലും കണ്ണു വേണം, അല്ലെ? 10 ഭാഗത്തു നിന്നാണ് നമുക്ക് അടി വരിക. ഏതൊക്കെയാ 10 ദിക്ക് അറിയാലോ? കിഴക്കുന്ന തുടങ്ങാം. കിഴക്ക്, കിഴക്ക് തെക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക്, ആകാശം, ഭൂമി. ഈ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് അടി വരാനുള്ള സാധ്യത ഉള്ളത്. അപ്പൊ ഈ ഭാഗം ചുറ്റുവശം കണ്ണ് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം. സാധനങ്ങളൊക്കെ ചെയ്യുന്നവർ, കവച സാധനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ അതിന്റെ ന്യാസം ഋഷി അനുഷ്ഠുപ് ചന്ത വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഋഷി, ഛന്ദസ്, കീലകം, അങ്ങനെയുള്ള ബീജാക്ഷരം, മന്ത്രം ഇതെല്ലാം വെച്ച് ന്യസിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാരായണ കവചമാണെങ്കിലും, ശിവകവചമാണെങ്കിലും, ശക്തി കവചമാണെങ്കിലും, അയ്യപ്പ കവചമാണെങ്കിലും, നിങ്ങൾ ഏതാണോ ചാൻഡ് ചെയ്യുന്നത്, ഹനുമത് കവചമൊക്കെ ചൊല്ലുന്നവരുണ്ട്. കവചം എന്തിനാ? നമ്മളിലേക്ക് ഈ ശത്രുബാധകളൊന്നും അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവചം നമ്മൾ കവച സാധന ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ മനഃശുദ്ധിയോടുകൂടെ, ശരീരശുദ്ധിയോടുകൂടെ, വാക്ശുദ്ധിയോടുകൂടെയും വേണം ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ. കാരണം ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് നല്ലൊരു അടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങളിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കവച സാധനം പറയണത്. ഇനി അതല്ല, ഇതൊന്നും അറിയാത്ത, സാധനം എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിവിടെ റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കവചത്തിന്റെ അല്ല, നാരായണ കവചോ ശക്തി കവചോ അതൊന്നും അല്ല, എല്ലാ മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന പ്രൊട്ടക്ഷൻ മന്ത്രം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഫ്രീ ആയിട്ട്, പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്ക് മാത്രം. ഓക്കെ, താല്പര്യമുള്ളവര് പേഴ്സണൽ റീഡിങ് എടുക്കുക. അതേപോലെ ടാരോയുടെ കോഴ്സ് എൻക്വയറി ഒരുപാട് പേരുണ്ട്. സന്തോഷം. നിങ്ങൾ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം, സ്ഥിര വരുമാനം ഉണ്ടാക്കി തരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. കാരണം എൻ്റെ യാത്ര, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള യാത്ര ചെയ്യാൻ സാധിക്കുന്നതും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് കുറെ കൂടെ വർണ്ണം വാരി വിതറിയിരിക്കുന്നത് എനിക്ക് ടാരോ വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾക്കും അതിന്റെ സന്തോഷം, ഹാപ്പിനെസ് കിട്ടട്ടെ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആർക്കും വായിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എടുക്കാനെങ്കിലും സാധിക്കുന്നത് ഏറ്റവും നല്ല. വീട്ടിലൊരു ടൈലർ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ, ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും അത്യാവശ്യം വേണമെങ്കിൽ വരുമാനത്തിന് സാധിക്കും. അതേപോലെ തന്നെ ഒരു വീട്ടിലൊരു ടാരോ റീഡർ ഉണ്ടത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു അസറ്റായിട്ട് മാറും. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. നിർബന്ധിച്ച് നമ്മളൊരു കാര്യവും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ റീഡിങ് എടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, പണ്ട് റീഡിങ് എടുത്തിട്ട് പോയ ആൾക്കാര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് അന്ന് മറ്റേ സ്പെൽ വർക്കും മറ്റേ ഇതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ, വശീകരണ മന്ത്രമൊന്നും പറഞ്ഞു തന്നില്ലല്ലോ ചോദിച്ചിട്ട് വരരുത്. അങ്ങനെ 2-3 ആൾക്കാർ മെസ്സേജ് ഇട്ടു. കാരണം നിങ്ങൾ അത് കഴിഞ്ഞു പോയി. ഇപ്പൊ ഈ ഫെബ്രുവരിന്റെ ഓഫറാണ് ഞാൻ പറയുന്നതെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഞാൻ കവറിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ വരുന്ന റീഡേഴ്സിന്, അല്ല എൻ്റെ വ്യൂവേഴ്സിനാണ്
അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആളുകൾക്കാണ് ഞാൻ ഈ ഓഫർ പറയുന്നത്. പണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ വേറെ ആരുടെങ്കിലും പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് നിങ്ങൾ എന്താ സ്പെല്ല് പറഞ്ഞില്ല എന്ന് ചോദിക്കരുത്. എന്നോട് വന്ന് ഈ ഫെബ്രുവരി മുതൽ വരുന്ന ആളുകൾക്ക് ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പെല്ല് മാത്രമേ ചെയ്തു തരുമോ ചോദിക്കും, ഒരിക്കലും ചെയ്തു തരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്പെല്ലാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ കാർഡ് എടുത്ത് വായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്പെല്ല് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. കറന്റ് സിറ്റുവേഷൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെല്ല് എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അപ്പോ ചിലവർ പറയും പേഴ്സണൽ റീഡിംഗ് ഒക്കെ ഞങ്ങൾ ഒരുപാട് പേരിൽ നിന്ന് എടുത്താണ്, നിങ്ങൾ സ്പെല്ല് മാത്രം പറഞ്ഞവര് പറയും. അപ്പൊ നിങ്ങൾ അവരോട് പോയി ചോദിക്കൂ, നിങ്ങൾ ആർക്കാണ് പേഴ്സണൽ റീഡിംഗ് എടുത്തത്, ആരുടെ അടുത്തുനിന്നാണോ അവരുടെ അടുത്ത് ചോദിക്കൂ. എന്റെ അടുത്ത് വരുന്ന ആൾക്കാർ, എന്റെ റീഡിംഗ് എടുത്ത ആൾക്കാർക്കാണ് ഞാൻ ഈ സ്പെല്ല് തരുന്നത്, അല്ലാണ്ട് സ്പെല്ല് മാത്രമായിട്ട് ഒരിക്കലും ഞാൻ തരില്ല. അത് ആദ്യം പറയട്ടെ. ഇതൊക്കെ എന്തിനാ വ്യക്തമായി പറയണമെന്ന് പറഞ്ഞാൽ കുറെ കോൾസും മെസ്സേജസ് ഒക്കെ വരാറുണ്ട്, ഒരുപാട് കോമഡി ആവാറുണ്ട്, കോമഡി പീസുകൾ വരാറുണ്ട്, ചിരിക്കാൻ കുറെ ഉണ്ട്. ചില ആൾക്കാർ നമ്മളെ കടിച്ചു കീറാനായിട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട്, ഇതിന്റെ അപ്പുറത്ത് ചാടിക്കിടന്ന ഒരാളും ആയതുകൊണ്ട് എനിക്കിതൊന്നും എന്നെ ബാധിക്കുന്നില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ അതൊക്കെ അനുഭവിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് നിങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സ്കൂൾ വർക്ക് ചെയ്തെന്താ അങ്ങനെയൊന്ന് ചോദിക്കരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നുപോയ ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെട്ടാൻ വരുന്ന പോത്തുകളെ വേദോതിയിട്ട് മടക്കി വിടുക എന്ന് പറഞ്ഞ ഒരു പരിപാടി വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്താലും നമ്മളിതൊന്നും ബാധിക്കില്ല. കാരണം ആ ഒരു ലെവലിൽ എത്തും. നമ്മൾ കുറെ കൂടെ ആവുമ്പോൾ നിങ്ങളും ആ ഒരു ലെവലിൽ എത്തും. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. കുറച്ച് വീഡിയോ ലാഗായോ എന്ന് എനിക്കറിയില്ല. ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണോ എനിക്ക് എന്നോടൊന്ന് പറയാനായിട്ട് തോന്നിക്കുന്നത് അത് മുഴുവൻ നിങ്ങളോട് പറയും. താല്പര്യമില്ലാത്ത ഭാഗങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതിൽ വന്ന പോസിറ്റീവായ കാര്യങ്ങളിൽ ഇതിലേക്ക് അട്രാക്ട് ചെയ്യണേ എന്ന് ക്ലെയിം ചെയ്യുക. നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനും നല്ലൊരു ലൈഫ് നിങ്ങളെ മുന്നിൽ വരാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലൈക്ക്, കമന്റ്, ഷെയർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹം, ഞാൻ അവരുടെ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പൂജയിലും കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തും, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തും. പിന്നെ അതേപോലെ സബ്സ്ക്രൈബേഴ്സ്, അവരുടെ എനർജി കൂടുതലായിട്ട് ഈ കാർഡിൽ വരാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് അവരുടേതായിട്ടുള്ള റീഡിംഗ് റെസനേറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആവട്ടെ, എല്ലാം നല്ലതിനാവട്ടെ. ഹരേ കൃഷ്ണ, നാരായണ, നമസ്തേ.